അത്തരം അസംബന്ധങ്ങൾ പറയുന്ന ജോലി സംസ്ഥാനത്തെ നേതാക്കന്മാർക്ക് വിട്ടുകൊടുത്തിട്ട് അഖിലേന്ത്യാ നേതൃത്വം ശ്രീ ഖാർഗെയും ശ്രീ രാഹുൽ ഗാന്ധിയും മറ്റും കുറെ കൂടി ഗൗരവമുള്ളതും കെട്ടിച്ചമയ്ക്കാത്തതുമായ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. പിണറായി വിജയനെ ആലിംഗനം ചെയ്യണം രാഹുൽ ഗാന്ധി എന്ന് ഒരിക്കലും ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. ആലിംഗനം എന്നുള്ളത് നിർബന്ധിച്ച് പിടിച്ചു വാങ്ങാനുള്ളതല്ല, പരസ്പരം തോന്നുമ്പോൾ സ്നേഹവും സൗഹൃദവും പ്രകടിപ്പിക്കാൻ വേണ്ടി ചെയ്യാനുള്ളതാണ്. ഒന്നാമത് ഇന്ത്യ ബ്ലോക്കിൻ്റെ യോഗം ഡൽഹിയിൽ നടന്നു. അപ്പോൾ അതിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർ ഒക്കെ പങ്കെടുത്തിരുന്നു. അപ്പോൾ എല്ലാ പാർട്ടി പ്രതിനിധികളുടെയും പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ പുറത്ത് മാധ്യമങ്ങൾ കൊടുക്കുന്ന ഉചിതമാകുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതായി കണ്ടത്, എതിർ രാഷ്ട്രീയ ചേരികളിലായതുകൊണ്ട് കേരളത്തിൽ പിണറായി വിജയനെ ആലിംഗനം ചെയ്യാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു പത്രത്തിൻ്റെ കാർട്ടൂൺ തന്നെ കണ്ടു. അദ്ദേഹം പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ആലിംഗനം ചെയ്യുന്ന ഒരു കാർട്ടൂണാണ് ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ ഞാൻ കണ്ടത്. പിണറായി ആലിംഗനം ചെയ്യാൻ എനിക്ക് കഴിയില്ല രാഷ്ട്രീയ വിയോജിപ്പ് മൂലം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് ആദ്യം വന്നതും ഈ രംഗമാണ്. അദ്ദേഹം നരേന്ദ്രമോദിയെ പോയി ആലിംഗനം ചെയ്യുന്ന രംഗമാണ്. എന്നാലും അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. CPIMൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ശ്രീ മല്ലികാർജുൻ ഖാർഗെ AICCയുടെ അധ്യക്ഷൻ, അദ്ദേഹത്തിന് ഞാനൊരു കത്തയച്ചിരുന്നു. അത് മാധ്യമങ്ങളും സമ്പാദിച്ച് ചില ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിലുന്നയിച്ചിരുന്ന കാര്യം, സംസ്ഥാനങ്ങളിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇന്ത്യ ബ്ലോക്കിലെ പാർട്ടികൾക്ക് പലപ്പോഴും ചില സംസ്ഥാനങ്ങളിൽ പരസ്പരം രാഷ്ട്രീയമായിട്ട് എതിരിടേണ്ടി വരും എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ഇന്ത്യ ബ്ലോക്ക് സംഘടിപ്പിക്കുന്നതിന് CPIM വളരെയധികം സംഭാവന ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ പരസ്പരം ചില സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാനത്തെ ഒഴിവാക്കാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യത്തിൽ പരസ്പരം വിമർശിക്കുമ്പോൾ, വിമർശനം നടത്തുമ്പോഴും പാലിക്കേണ്ട ഒരു രാഷ്ട്രീയ മര്യാദയും അന്തസ്സുമുണ്ട്. അത് പാലിച്ചുകൊണ്ട് വേണം പ്രത്യേകിച്ച് അഖിലേന്ത്യാ നേതൃത്വത്തിൽപ്പെട്ടവർ വിമർശനങ്ങൾ നടത്താൻ. അതാണ് പറഞ്ഞത്. ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ഭിന്നിപ്പുണ്ട് ഇന്ത്യ ബ്ലോക്കിൽ എന്ന് പറയുന്നത് ഭരണപക്ഷത്തിൻ്റെ ഒരു പ്രചാരണം മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം CPM BJP ഡീൽ എന്ന് മറുതലക്കലിൽ ഖാർഗെ പറയുന്നുണ്ട്. അങ്ങ് ഉന്നയിച്ച ഇതിൽ ഇതുവരെയും ഒരു മറുപടി പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തന്നെയാണ്, വിമർശിക്കുമ്പോൾ അതിൽ പാലിക്കേണ്ട ചില മാന്യതയും നിലവാരവുമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ RSSനെയും BJPയെയും രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും തടയാനും നേരിടാനും CPIMനോളം പൊരുതിയിട്ടുള്ള, അതിൻ്റെ ഭാഗമായി രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നിട്ടുള്ള വേറെ ഏതെങ്കിലും പാർട്ടിയുണ്ടോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അത്. അത്തരമൊരു സംസ്ഥാനത്ത് വന്നിട്ട് CPMും BJPയുമായി ഡീലുണ്ട് എന്ന് പറയുന്നതിനെ അസംബന്ധമെന്ന് മാത്രമേ ഞാൻ വിശേഷിപ്പിക്കുന്നുള്ളൂ. പക്ഷേ അത്തരം അസംബന്ധങ്ങൾ പറയുന്ന ജോലി സംസ്ഥാനത്തെ നേതാക്കന്മാർക്ക് വിട്ടുകൊടുത്തിട്ട് അഖിലേന്ത്യാ നേതൃത്വം ശ്രീ ഖാർഗെയും ശ്രീ രാഹുൽ ഗാന്ധിയും മറ്റും കുറെ കൂടി ഗൗരവമുള്ളതും കെട്ടിച്ചമയ്ക്കാത്തതുമായ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. പിണറായി വിജയനെ ആലിംഗനം ചെയ്യണം രാഹുൽ ഗാന്ധി എന്ന് ഒരിക്കലും ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. ആലിംഗനം എന്നുള്ളത് നിർബന്ധിച്ച് പിടിച്ചു വാങ്ങാനുള്ളതല്ല, പരസ്പരം തോന്നുമ്പോൾ സ്നേഹവും സൗഹൃദവും പ്രകടിപ്പിക്കാൻ വേണ്ടി ചെയ്യാനുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ട് തൻ്റെ പ്രതിപക്ഷ നിരയിൽപ്പെട്ട അന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു വ്യക്തിയെ കേന്ദ്രം അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ED എന്തുകൊണ്ട് കേസെടുത്ത് റെയ്ഡ് നടത്തുന്നില്ല എന്ന് അദ്ദേഹം ചോദിച്ചത്. ഇതേ ചോദ്യം ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായി ശ്രീ കേജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി നിൽക്കുമ്പോൾ, ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ കേജ്രിവാളിനെതിരായിട്ടും ഈ ആരോപണം ആദ്യം ഉന്നയിച്ചത്, ആക്ഷേപം ഉന്നയിച്ചത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. എന്നിട്ട് അദ്ദേഹത്തെ ശ്രീ കേജ്രിവാളിനെയും സിസോദിയെയെല്ലാം ആ കേസിൽ നിന്നിപ്പോൾ വിചാരണ കോടതി എക്സോണറേറ്റ് ചെയ്യുകയുണ്ടായി, വെറുതെ വിടുകയുണ്ടായി.
പിന്നെ CPIഎമ്മിൻ്റെ പിന്നെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന CPIഎം അംഗം തന്നെയാണ് പ്രബീർ പുരകായസ്ഥ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ചെയർമാനായിരുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് വേട്ടയാടപ്പെട്ട ആളാണ്, ജയിലടയ്ക്കപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര മാധ്യമം, നിങ്ങളെപ്പോലുള്ളൊരു മാധ്യമമാണ്, ഓൺലൈൻ മാധ്യമമാണ്. അതിൽ നിയമവിരുദ്ധമായിട്ടൊന്നും നടന്നിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിനെ റെയ്ഡ് നടത്തി മാസങ്ങളോളം, എത്ര 1 വർഷത്തിനടുത്തോ ഒറ്റോ അദ്ദേഹം ജയിലിൽ കിടന്നു, തിഹാർ ജയിലിൽ കിടന്നു. രോഗിയാണ്, 70 വയസ്സ് കഴിഞ്ഞാലാണ്. ഇപ്പോൾ ഹൈക്കോടതി എന്താണ് പറഞ്ഞത്? ഇന്നലത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ED സമർപ്പിച്ച കുറ്റപത്രം തന്നെ ഒരു കുറ്റവും അതിനകത്ത് കോടതിക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലുള്ള അസംബന്ധ കുറ്റപത്രമാണ് സമർപ്പിച്ചത്. ഇതാണ് പൊതുവിൽ നടക്കുന്നത്. DMKയുടെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ ഒരു 3ാം മുന്നണി രൂപം കൊള്ളുന്നു എന്നുള്ള നിലയിലുള്ള സൂചനകൾ പുറത്തു വരുന്നു. CPM ഏത് നിലപാടാണ് സ്വീകരിക്കുന്നത്? ഇന്ത്യ ബ്ലോക്കുമായി സഹകരിച്ച് തുടർന്ന് മുന്നോട്ട് പോകാനുള്ള ആലോചന CPM ആ നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. രാഹുൽ ആ വിഷയത്തിൽ അങ്ങനെ ഒരു സമീപനമാണോ എടുത്തത്? DMKയുടെ വിഷയത്തിൽ വിഷയത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ സമീപനം ആ യോഗത്തിൽ വളരെ വ്യക്തമായിരുന്നില്ല. CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയമാണ് രാഷ്ട്രീയമായ നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം മാർഗനിർദ്ദേശം നൽകുന്നത്. അതനുസരിച്ച് RSS എന്ന ഫാസിസ്റ്റ് സംഘടന നിയന്ത്രിക്കുന്ന BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഏറ്റവും വിസ്തൃതമായ രാഷ്ട്രീയ പാർട്ടികളുടെ സമരനിര പടുത്തുയർത്തണം എന്നുള്ളതാണ്. അതിൽ പല വിയോജിപ്പുകളുമുള്ള കോൺഗ്രസിനെ പോലുള്ള പാർട്ടികളുമായി പോലും ഈ രാഷ്ട്രീയ സമര മുന്നണി പടുത്തുയർത്തുന്നതിൽ സഹകരിക്കണം CPIഎം എന്നുള്ള കാഴ്ചപ്പാടാണ്. അതിന് പുറമേ ഈ രാഷ്ട്രീയ പോരാട്ടം മാത്രം പോരാ, സാംസ്കാരിക രംഗത്ത്, സൈദ്ധാന്തിക രംഗത്ത്, പ്രത്യയശാസ്ത്ര രംഗത്തെല്ലാം RSSനെതിരായിട്ടുള്ള പോരാട്ടം നടത്തേണ്ടതുണ്ട്. ആ കാഴ്ചപ്പാടാണ് CPIഎമ്മിനുള്ളത്. അപ്പോൾ ഇന്ത്യ ബ്ലോക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് CPIഎം തീരുമാനിച്ചത്. DMKയോടുള്ള സമീപനത്തിൽ കോൺഗ്രസിനെ പിഴച്ചു. അത് ആ പിഴവ് ചരിത്രപരമായ പിഴവ് തന്നെയാണെന്ന് വിശ്വസിക്കുന്നത് CPIഎം. അല്ല, അത് ഒരു മുന്നണിയുടെ ഭാഗമായി ജയിക്കുക, DMK മുന്നണിയുടെ ഭാഗമായിട്ടാണ് ഈ 5 സീറ്റ് കോൺഗ്രസിന് കിട്ടിയത്. തമിഴ്നാട്ടിൽ നിന്ന് രാജ്യസഭയിലേക്ക് അവസാനം നടന്നൊരു തിരഞ്ഞെടുപ്പുണ്ട്, ഇലക്ഷന് മുമ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ്. ആ രാജ്യസഭാ സീറ്റും DMKയോട് സംസാരിച്ച് കോൺഗ്രസ് നേടിയെടുത്തു. കോൺഗ്രസിന് രാജ്യസഭയിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള അംഗബലമൊന്നും തമിഴ്നാട് അസംബ്ലിയില്ല, വിരലെണ്ണാവുന്നവരേ ഉള്ളൂ. അപ്പോൾ DMKയുടെ കൂടെ നിന്നിട്ട് രാജ്യസഭാ സീറ്റ് നേടുന്നു. DMKയുടെ ഭാഗമായിട്ട് മത്സരിച്ച് പിന്നെ ഏതാനും സീറ്റുകൾ 5 സീറ്റ് നേടുന്നു. CPIഎമ്മിൻ്റെ എല്ലാം സീറ്റ്, CPMൻ്റെയും CPIയുടെയും സീറ്റ് ഓരോന്ന് കണ്ട് കുറഞ്ഞു. അപ്പോൾ കോൺഗ്രസ് അസംബ്ലിയിലേക്ക് 3 സീറ്റ് കൂടുതൽ നേടി, ഈ രാജ്യസഭ സീറ്റ് നേടിയതിന് പുറമെ DMKയിൽ നിന്ന്. അങ്ങനെ DMKയുടെ വാത്സല്യവും പരിചരണവും പരിഗണനയും ആവോളം ആസ്വദിക്കുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നു, 5 സീറ്റിൽ ജയിക്കുന്നു. TVKയ്ക്ക് ഗവൺമെൻറ് രൂപീകരിക്കാൻ ഭൂരിപക്ഷമില്ലാത്തപ്പോൾ രാഷ്ട്രീയമായി CPIഎം ഒരു നിലപാടെടുത്തു. ഒറ്റയ്ക്ക് ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർട്ടി എന്നുള്ള നിലയിൽ TVKയെ വിളിക്കണം. അത് വിളിക്കാതിരിക്കുന്നത് ഒരു RSS നയമാണ്, ഗവർണറുടെ RSS ബന്ധമാണ് വിളിക്കാതിരിക്കുന്നത്. അപ്പം ഇങ്ങനൊരു നിലപാട് CPIഎം എടുക്കുന്നു എന്നുള്ള കാര്യം DMK നേതൃത്വത്തെ അറിയിച്ചുകൊണ്ടാണ് CPഎമ്മും CPIയും BCKയും ആ നിലപാടെടുത്തത്. കോൺഗ്രസ്സോ നേരെ DMKയോട് ഒരു വാക്ക് പറയാതെ അവിടെ പോവുകയും ധാരണ ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം തരണം. ഇപ്പോൾ 2 മന്ത്രിമാരുണ്ട്. ആ 2 മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തവർ DMKയുടെ ഭാഗമായി നിന്ന് ജയിച്ച വോട്ട് കൊണ്ടാണ്. ആദ്യം ഒരു രാജ്യസഭാ സീറ്റ് ഒഴിവ് വന്നു TVK വന്നതിന് ശേഷം. ആ രാജ്യസഭാ സീറ്റും ഈ 5 നിയമസഭാംഗങ്ങളുള്ള കോൺഗ്രസ് കീശയിലാക്കിയിരിക്കും. അപ്പോൾ അധികാരത്തിൻ്റെ ഒരു വല്ലാത്ത ആർത്തി നമ്മുടെ OV വിജയൻ്റെ ധർമ്മപുരാണം എന്ന് പറയുന്ന നോവലിനകത്ത് ആവിഷ്കരിക്കപ്പെടുന്ന ഒരു ആർത്തിയുണ്ട്. അതാണ് കോൺഗ്രസ്. അതൊരു ഒരു ജനാധിപത്യ സംസ്കാരത്തിന് നിരക്കുന്നതല്ല. 3ാം മുന്നണിയുടെ സാധ്യത ഇത്രയും അതുപോലെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.